എന്തായാലും ചുമ്മാ നീ കൈ എടുക്കുന്നേ. കൈ മാറ്റില്ല, കളികളുള്ളതാണ്. നിന്റെ ഒരു കണിക്ക. മറന്നുപോയോ? ഞാൻ നിന്റെ മുഖത്ത് നോക്കാൻ കൈ എടുക്ക. അയ്യോ, എന്താണത്? കൊച്ചു കുട്ടികളെ പോലെ ഒന്ന് എഴുന്നേൽക്കുന്നു. നീ കൈ എടുക്ക. കൈ പറ്റില്ല. ഞാൻ നോക്കില്ലെന്നേ. ഇല്ല, കണ്ണു ഉറക്കില്ല. കൈ എടുക്ക. ഈ അങ്ങോട്ട് നോക്കി തൊഴുതോളൂ. അയ്യോ, അച്ഛൻ അപ്പുറത്തുണ്ട്. അച്ഛൻ നിൽക്കൂ. അച്ഛൻ എപ്പോ വന്നു? അച്ഛൻ അതിരാവിലെ വന്നു. വിശേഷിച്ച് എല്ലാ വർഷവും അച്ഛൻ എനിക്ക് വിഷുക്കൈനീട്ടം തരാറുണ്ട്. ഈ വർഷം അത് മുടക്കാൻ തോന്നുന്നില്ല. ഓഹോ, അച്ഛൻ വിഷുക്കൈനീട്ടം വന്നതാണോ? അതെ, നമുക്ക് രണ്ടുപേർക്കും. അച്ഛൻ എവിടെ ഇരിക്കുന്നു? ഹാളിലുണ്ട്. പിന്നെ 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 എന്താ പറയൂ. ഞാൻ കുഞ്ഞായിരുന്നപ്പോ എന്നെ കിടത്തിയിരുന്നൊരു തൊട്ടിൽ വീട്ടിലിരിപ്പുണ്ട്. അതൊന്ന് ഇങ്ങ് എത്തിക്കാൻ അച്ഛനോട് പറയാം. നിനക്കെന്തിനാ തൊട്ടിൽ? ഇവിടെ കട്ടിലില്ലേ? എനിക്കല്ല, പിന്നെ ആർക്കാ? ഓ ഉഷേ, കൊച്ചു കള്ളി, നീ അമ്മയാകാൻ പോകുന്നു. അമ്മാവനെപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇരിക്കും മണി. മോളെ, സൗഖ്യമല്ലേ? ഇന്ന് വിഷുവല്ലേ, കൈനീട്ടം തരാൻ വന്നതാണ്. അമ്മാവാ, ഉടനെ ഒരു തൊട്ടില് വേണം. ഉഷ കുഞ്ഞായിരുന്നപ്പോ കിടത്തിയ തൊട്ടിലില്ലേ, അതിങ്ങോട്ട് കൊടുത്തയക്കണം. ഓ, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഉഷേ, ഉഷ മോളെ. ഉഷേ, അച്ഛൻ വിളിക്കുന്ന കേട്ടില്ലേ? മോളെ, മോളെ, നിങ്ങൾക്ക് കൈനീട്ടം തരാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ നിങ്ങൾ എനിക്കാണ് കൈനീട്ടം തന്നത്. ഈ കേട്ട വാർത്തയേക്കാൾ വലിയൊരു ഉഷ കൈനീട്ടം അച്ഛന് കിട്ടാനില്ല മോളെ. ഇന്നാ അച്ഛന്റെ കൈനീട്ടം വാങ്ങിക്ക. നന്നായി വരണം. മോളെ, മോള് സൗഖ്യമായിരിക്കണം. അച്ഛന് വയസ്സായില്ലേ, അടുത്ത വിഷുവിന് ചിലപ്പോൾ കൈനീട്ടം തരാൻ സാധിച്ചില്ലെങ്കിൽ. വയസ്സായില്ലേ മോളെ അച്ഛൻ. ഉഷേ, ഞാൻ അമ്മാവനെ നമ്മുടെ കാറിൽ വീട്ടിൽ വിട്ടിട്ട് ആ തൊട്ടിൽ എടുത്തോണ്ട് വന്നേക്കാം. അയ്യേ, തൊട്ടിലിന് വേണ്ട സമയത്ത് ഞാനിവിടെ എത്തിക്കാം. ഒരു പക്ഷേ അമ്മാവൻ മറന്നുപോയാൽ? മറക്കില്ല, അമ്മ മറക്കില്ല.